എല്ലാവർക്കും നമസ്കാരം. ജാങ്കോ, നീ അറിഞ്ഞാ ഞാൻ പെട്ടുട്ടാ. ഇതാണ് ഇപ്പോൾ രേണുസുധിയുടെ അവസ്ഥ. എന്താ കാര്യമല്ലേ? നമ്മുടെ അച്ഛൻ ബിഷപ്പ് ഒരു വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നല്ലോ, രേണുസുധിയുടെ പേരിലും മകൻ കിച്ചുവിൻ്റെ പേരിലും. അത് രേണുസുധിയുടെ പേരിൽ അയക്കാൻ കാരണം എന്ന് പറയുന്നത് ഋതപ്പൻ മൈനർ ആയതുകൊണ്ടാണ്. കിച്ചുവിൻ്റെ പേരിലേക്ക് അയച്ചത് കിച്ചുവിൻ്റെ പേരിലുള്ള പ്രോപ്പർട്ടി ആയതുകൊണ്ടാണ്. ആദ്യമൊക്കെ രേണുസുധി പറഞ്ഞു ഞാനത് മേടിക്കാൻ പോകത്തില്ല, കിച്ചു പറഞ്ഞു ഞാനത് മേടിക്കാൻ പോവില്ല. കിച്ചു അത് വാങ്ങിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. രേണു ആ പേപ്പർ കൈപ്പറ്റി. ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് അതിൻ്റെ ഒരു മറുപടി കത്ത് ബിഷപ്പിൻ്റെ അഡ്വക്കേറ്റിന് അയച്ചിട്ടുണ്ട്. രസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രേണു തന്നെ രേണുവിനെ കാണിച്ചു കൊടുത്തു. അതായത് നമ്മൾ എത്രയൊക്കെ തെറ്റുകൾ ചെയ്താലും ആ തെറ്റുകൾ എത്രയൊക്കെ മറയ്ക്കാൻ നോക്കിയാലും ദൈവത്തിൻ്റെ കയ്യൊപ്പം എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് എവിടെയെങ്കിലുമൊക്കെ പതിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ രേണു തന്നെ അയച്ച മറുപടി കത്തിൽ ആ കയ്യൊപ്പം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് രേണു കളിക്കുന്നത് ഒരു ദൈവികനായിട്ടുള്ള അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദാസനായിട്ടുള്ള ഒരു വ്യക്തിയോടാണ്. അത് രേണു മറന്നുപോയി. രേണു വിചാരിച്ചു രേണുവിൻ്റെ ചുറ്റും കൂടിയിരിക്കുന്ന ആൾക്കാർ എന്ന് രേണുവിൻ്റെ കൂടെ ഉണ്ടാവും വിചാരിച്ചു. പക്ഷേ ചില സാഹചര്യങ്ങളിൽ അവർക്ക് പോലും രേണുവിനെ സഹായിക്കാൻ പറ്റില്ല. ഇന്നിപ്പോൾ ഷഫീനച്ചിയുടെ ചാനലിൽ ഒരു വീഡിയോ വന്നു. അച്ഛന് ഇങ്ങനെ രേണുവിൻ്റെ അഡ്വക്കേറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു മറുപടി കത്ത് വന്നിട്ടുണ്ട്. ഈ കത്തിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങൾ അച്ഛനത് പറഞ്ഞു കേട്ടൊരു അറിവ് വെച്ചിട്ട് തെറ്റുകൾ മുഴുവൻ ചെയ്തത് അച്ഛനാണ്. ഇവർക്ക് പ്രോപ്പർട്ടി കൊടുത്തതും അവിടെ താമസിക്കാൻ സമ്മതിച്ചതും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തതും ഒക്കെ അച്ഛൻ ചെയ്ത തെറ്റുകളാണ്. അദ്ദേഹത്തെ വട്ടപ്പേരിട്ട് വിളിച്ചു രേണുസുധി. എന്നിട്ട് ഈ കത്തിനകത്ത് പറയുന്നു ഞാനൊന്നും വിളിച്ചിട്ടില്ല, ഞാൻ അദ്ദേഹത്തെ അധിക്ഷേപിച്ചിട്ടില്ല, ഞാൻ അദ്ദേഹത്തിന് മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, അദ്ദേഹത്തിന് ഉപദ്രവകരമായിട്ട് ഞാനൊന്നും പ്രവർത്തിച്ചിട്ടില്ല എന്ന രീതിക്കാണ് കത്തിലെഴുതിയിരിക്കുന്നത്. തിരിച്ചിങ്ങോട്ടാണ് വ്യക്തിപരമായിട്ട് അധിക്ഷേപം, പിന്നെ ഇല്ലീഗലായിട്ട് എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അച്ഛൻ ശ്രമിക്കുന്നു. അതൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും ചിരിയാണ് വരുന്നത്. അച്ഛൻ്റെ ഭാഗത്തു നിന്ന് ഇല്ലീഗലായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി, അതായത് ഇവരവിടെ നിന്ന് ഇറക്കിയിട്ട് ആ പ്രോപ്പർട്ടി തിരിച്ച് സ്വന്തമാക്കാൻ വേണ്ടി ഏക്കർ കണക്കിന് സ്വത്തുള്ള ഒരു മനുഷ്യന് ഈ 7 സെൻറ്റ് സ്ഥലത്തിനാണോ വെട്ടിപ്പിടിക്കാൻ നോക്കുന്നത്? രേണുസുധി എങ്ങനെയാണ് രേണുസുധിയെ കാട്ടിക്കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ക്ലോസ് പറയുന്നുണ്ട്. രേണുസുധി തെറ്റ് ചെയ്തിട്ടുണ്ടാവും, പക്ഷേ മക്കൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന്. ആദ്യം പറയുന്നു അച്ഛനെ അധിക്ഷേപിച്ചിട്ടില്ല, അച്ഛനെ മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ നോട്ടീസിനകത്ത് പിന്നെ പറയുന്നു രേണുസുധി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും മക്കളാരും ഒന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് വസ്തു അറ്റാച്ച് ചെയ്യാൻ പറ്റത്തില്ല. ഇതാണ് പറയുന്നത്. ശരി, വസ്തു അറ്റാച്ച് ചെയ്യാൻ പറ്റണ്ട. പകരം അച്ഛൻ ഇപ്പോൾ ഒരു തീരുമാനം എടുത്തേക്കുന്നത്, ആ തീരുമാനം ഒരു വലിയ തീരുമാനം കേട്ടോ, നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു തീരുമാനമാണ്. രേണുസുധിയുടെ പേരിൽ ഡിഫമേഷന് കേസ് ഫയൽ ചെയ്യുക. വസ്തുവിൽ തിരിച്ചെടുക്കാൻ പറ്റാതെ ഉള്ളൂ. പകരം ഒരു നല്ലൊരു എമൗണ്ടിന് ഡിഫമേഷന് കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ രേണു പെടും. കാര്യം കോടികളൊന്നും എടുക്കാൻ രേണുവിൻ്റെ ഇല്ലല്ലോ. കഴിഞ്ഞ ദിവസം രേണുവിൻ്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. എന്നോട് എല്ലാവരും വായ്പ ചോദിക്കാറുണ്ട്, പക്ഷേ എൻ്റെ കയ്യിൽ അത്രയ്ക്കൊന്നും വരുമാനം ഇല്ല എന്ന് രേണു പറയുന്നുണ്ടായിരുന്നു. ആ വരുമാനമില്ലാത്ത രേണുവിന് കോടികളൊക്കെ കെട്ടിവയ്ക്കാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും അച്ഛൻ്റെ ഒരു ഓഡിയോ ഷഫീനച്ചിയുടെ ചാനലിൽ വന്നിട്ടുണ്ട്. അതായത് അച്ഛന് പൊതു സമൂഹത്തിൻ്റെ മുന്നിൽ വന്നിട്ട് ഈ വിവരമൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം അദ്ദേഹം ഇനി ഒരിക്കലും ഒരു ഇൻ്റർവ്യൂ കൊടുക്കില്ലെന്നും അതുപോലെ തന്നെ മീഡിയയുടെ മുന്നിൽ വരില്ലെന്നും മുന്നേ എടുത്ത തീരുമാനമാണ്. അതിന് കാരണം മെയിൻ സ്ട്രീം എന്ന് പറഞ്ഞ ചാനൽ അദ്ദേഹത്തെ നന്നായിട്ട് ചതിച്ചു. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ട് അവർക്ക് വേണ്ട ചില കാര്യങ്ങൾ മാത്രം അപ്ലോഡ് ചെയ്തിട്ട് അദ്ദേഹത്തെ സൈബർ ബുള്ളിങ്ങിന് ഇരയാക്കിയത് ഈ ഒരൊറ്റ ചാനലാണ്, ഈ മെയിൻ സ്ട്രീം എന്ന് പറഞ്ഞ ചാനലാണ്. അതിനുശേഷം ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് അവർ ഓരോ 5 മിനിറ്റ് ഉള്ള ഡ്യൂറേഷനിലുള്ള കട്ട്സുകൾ പുറത്തേക്ക് വിടുന്നുണ്ടായിരുന്നു. ഇതെല്ലാം അവരുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയാണെന്ന് ഓർക്കണം. പക്ഷേ അതിന് സൈബർ ബുള്ളിങ്ങിന് ഇരയായത് ബിഷപ്പാണെന്ന് മാത്രം. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് അദ്ദേഹം ഒരു ചാനലിനും ഇൻ്റർവ്യൂ കൊടുക്കില്ലെന്ന് തീരുമാനിച്ചു. പക്ഷേ ഈ ഒരു വിവരം, അതായത് അച്ഛൻ വക്കീൽ നോട്ടീസ് അയച്ച വിവരം പൊതുസമൂഹം അറിഞ്ഞതുകൊണ്ട് അതിന് മറുപടി കിട്ടിയ വിവരവും അറിയിക്കണം എന്നുള്ളതുകൊണ്ട് ഷഫീനച്ചിക്ക് ഒരു ഓഡിയോ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഓഡിയോ ആണ് നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്നത്. നമുക്കതൊന്ന് കേട്ട് നോക്കാം അച്ഛൻ എന്താണ് പറയാനുള്ളതെന്ന്. ഞാൻ ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവേലിൽ, കോട്ടയം ചങ്ങനാശ്ശേരിയിൽ നിന്ന് പറയുന്നു. മാഡം, നമ്മളെ കഴിഞ്ഞിടയ്ക്ക് കൊല്ലം സുധിയുടെ 2 മക്കൾക്ക് വീട് കൊടുക്കാനായിട്ട് വസ്തു കൊടുത്ത വിവരം പൊതുസമൂഹത്തിൽ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമായിരുന്നല്ലോ. അതിനുശേഷം ഉണ്ടായ സൈബർ ബുള്ളിങ്ങും മറ്റു പ്രശ്നങ്ങളും എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ മിഷണറി ശുശ്രൂഷകൾക്കും വരുത്തി വെച്ചതായിട്ടുള്ള പ്രയാസങ്ങൾ, സമൂഹത്തിൽ ഞാൻ അനുഭവിച്ച വേദനകൾ എനിക്ക് പറഞ്ഞറിയിക്കാവുന്നതിനപ്പുറമായിരുന്നു. അത് സഹികെട്ടിട്ടാണ് എന്നെ പബ്ലിക്കിൽ കൊല്ലം സുധിയുടെ സഹധർമ്മിണി രേണു സുധി പല സന്ദർഭങ്ങളിലും എന്നെ പലപ്പോഴും പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ വന്നിരുന്ന് അവരോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എന്നെ അപമാനപ്പെടുത്തിക്കൊണ്ടുള്ളതായിട്ടുള്ള അവരുടെ വോയിസുകളൊക്കെയും അവരുടെ വീഡിയോ ആയിട്ട് വന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും വളരെയധികം വേദനിപ്പിച്ചു. അതനുസരിച്ച് ഞാൻ എൻ്റെ ബഹുമാനപ്പെട്ട വക്കീൽ വഴി ഇവർക്ക് ഒരു ലീഗൽ നോട്ടീസ് കഴിഞ്ഞ ദിവസങ്ങളിൽ അയച്ചിരുന്നു. അത് അവർ കൈപ്പറ്റിയ ശേഷം അവർ എൻ്റെ അഡ്വക്കേറ്റിന് ഒരു ലീഗൽ നോട്ടീസ് അയച്ചു കൊടുക്കുകയുണ്ടായി. അത് ഇന്ന് എൻ്റെ അഡ്വക്കേറ്റ് എനിക്ക് വിവരം തരികയുണ്ടായി. അതിനകത്ത് അവർ യാതൊരു വിധമായ തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടില്ലെന്നും ഇതൊക്കെയും വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാണെന്നും അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നും പറഞ്ഞാണ് അവരുടെ അഡ്വക്കേറ്റ് ഞങ്ങൾക്കൊരു മറുപടി തന്നിരിക്കുന്നത്. എന്നാൽ
കേരളത്തിലെ മലയാളി സമൂഹം കണ്ട ഒരു കാഴ്ചകളാണ്. ഞാൻ എത്രമാത്രം സമൂഹത്തിൽ അവഹേളിക്കപ്പെട്ടു, എത്രമാത്രം മുറിവേൽക്കപ്പെട്ടു, എത്രമാത്രം ഞാനും എൻ്റെ കുടുംബവും ഈ ഒരു നന്മ പ്രവൃത്തി ചെയ്തതിന് ശേഷം ആക്ഷേപിക്കപ്പെട്ടു എന്നുള്ളത് കേരള സമൂഹം കണ്ടതാണ്. എന്നാൽ ആ അഡ്വക്കേറ്റിന് കൊടുത്ത നോട്ടീസ് അതിന് പ്രകാരം തീർച്ചയായിട്ടും തുടർന്നുള്ള ദിവസങ്ങളിൽ കേസുമായിട്ട് തന്നെ മുൻപോട്ട് പോകാനാണ്. കാരണം എനിക്കുണ്ടായ മാനസികവും മറ്റ് സാമ്പത്തികപരമായിട്ടുള്ള നഷ്ടങ്ങൾ വിലമതിക്കാനാവാത്തതാണ്. അപ്പോൾ കോടതിയെ സമീപിച്ച് ഇതിനൊരു നീതി ലഭിക്കുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം. എന്നെ പൊതുസമൂഹത്തിൽ എത്രമാത്രം ആക്ഷേപിച്ചു എന്നുള്ളത് കേരളത്തിലെ മലയാളി സമൂഹം കണ്ടതാണ്. ഞാൻ ഭൂമിയോളം ക്ഷമിച്ച് ഞാൻ, കാരണം ഇതിനു മുൻപ് നടന്ന ഇൻ്റർവ്യൂസിലൊക്കെയും ഈ രേണുസുതി പിന്നെ ബിഗ് ബോസിൽ പോയ സമയത്ത് പല ചാനലുകൾ എന്നെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ ആ ഇൻ്റർവ്യൂ ചെയ്ത ചാനലിൻ്റെ ആങ്കർമാർ ചോദിച്ച കമൻസുകളിലൂടെ അവർ ചോദിച്ച ചോദ്യങ്ങളിലാണ് ഞാൻ ഉത്തരം നൽകിയത്. ആ ഉത്തരം നൽകിയതിനകത്ത് ഞാൻ പറഞ്ഞ വാക്കുകൾ എടുത്തു കാണിക്കുകയും അവർ ചോദിച്ച ചോദ്യങ്ങളൊക്കെയും ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് വന്ന ചാനലുകാർ മുക്കിക്കളയുകയും ചെയ്ത ശേഷം എന്നെ വ്യക്തിഹത്യ ചെയ്ത് അപമാനിക്കുന്ന രീതിയിൽ വളരെയധികം സൈബർ ബുള്ളിങ്ങിൽ എന്നെ വലിച്ചെറിയുവാൻ തക്കണ ഇടയായിട്ടുണ്ട്. അതിനാൽ മാഡത്തിനോട് എനിക്ക് പറയുവാനുള്ളത്, തീർച്ചയായിട്ടും കോടതിയെ സമീപിച്ച് മാനനഷ്ട കേസുമായിട്ട് തന്നെ മുൻപോട്ട് പോകുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനെൻ്റെ കുടുംബം ഒന്നടങ്കം ഞങ്ങൾ തീരുമാനിക്കുന്ന അങ്ങനെ തന്നെയാണ്. മാനനഷ്ട കേസുമായിട്ട് മുൻപോട്ട് പോകുക എന്നുള്ളതാണ്. കാരണം ഒരു തരത്തിലല്ല, എൻ്റെ ആത്മീയ ശുശ്രൂഷകൾക്ക്, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തെ, എൻ്റെ കുടുംബ ജീവിതത്തെ, എന്നെ എല്ലാ തരത്തിലും ഓരോ ദിവസത്തിനു മേൽ ദിവസം എന്നെ അപഹേളിച്ച് എന്നെ നിന്ദിച്ച് പരിഹസിക്കുന്നൊരു വിഷയം വന്നിരിക്കുന്നതിനാൽ തീർച്ചയായിട്ടും ഇത് പബ്ലിക്കിൽ സമൂഹം ഇത് അറിഞ്ഞ കാര്യമായതുകൊണ്ടാണ് മാഡത്തിനെ ഞാൻ ഈ വിവരം അറിയിക്കുന്നത്. തീർച്ചയായിട്ടും കഴിഞ്ഞ കാലങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് എനിക്ക് തന്ന സപ്പോർട്ടുകൾ ധാരാളമാണ് പല ആൾക്കാരും. ഞാൻ തകർന്നു പോയ സന്ദർഭങ്ങളിൽ, ഞാൻ എൻ്റെ കുടുംബം നിരാശപ്പെട്ട സന്ദർഭങ്ങളിൽ സോഷ്യൽ മീഡിയ പ്രവർത്തകർ വളരെയധികം എനിക്ക് വേണ്ട കൈത്താങ്ങലുകൾ തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വന്ന ഈ വിവരം സോഷ്യൽ മീഡിയ വഴി തന്നെ അറിയിക്കുവാനായിട്ടും, അതുപോലെ തന്നെ മാഡത്തിനെ ഈ വിവരം ഞാൻ അറിയിക്കുന്നത്. വക്കീൽ എനിക്കിന്ന് ഈ വിവരം അരമണിക്കൂർ മുമ്പാണ് എന്നെ അറിയിച്ചത്. അദ്ദേഹം ആ നോട്ടീസ് എനിക്ക് വായിച്ച ശേഷം കൃത്യമായ വിവരങ്ങൾ എന്നെ അറിയിച്ചു. എന്നോട് പറഞ്ഞു, ബിഷപ്പ് തീർച്ചയായിട്ടും നമുക്ക് കേസുമായിട്ട് ഭാവിയിൽ മുൻപോട്ട് തന്നെ പോകാം എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞിരിക്കുന്നത്. ബിഷപ്പ് ഒന്നുകൊണ്ടും ഭാരപ്പെടേണ്ട, തീർച്ചയായിട്ടും ഈ രാജ്യത്ത് നിയമമുണ്ട്. കാരണം ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, മനപ്രയാസപ്പെടുമ്പോൾ പലരും അവരുടെ ജീവിതം അവസാനിപ്പിക്കുന്ന രംഗങ്ങളാണ് നാം കാണുന്നത്. അവർക്ക് മുൻപോട്ട് പോകാൻ കഴിയത്തില്ല എന്ന് കാണുമ്പോൾ പലപ്പോഴും അവരവരുടെ ജീവിതം വെച്ച് അവസാനിപ്പിക്കുന്ന അനുഭവങ്ങളാണ്. എന്നാൽ ഞാൻ അങ്ങനെ ജീവിതം വെച്ച് അവസാനിപ്പിക്കുവാനല്ല ആഗ്രഹിക്കുന്നത്. നീതിക്ക് വേണ്ടി, സത്യത്തിന് വേണ്ടി നിലകൊണ്ടുകൊണ്ട് കേരളത്തിൽ നീതിന്യായ പീഠങ്ങളിൽ എനിക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് കോടതിയുമായി സമീപിച്ച് മുൻപോട്ട് പോകണമെന്നുള്ള ആഗ്രഹപ്രകാരം ഞാൻ മുൻപോട്ട് പോകുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനയും സ്നേഹവും ഞാൻ തുടർന്നും പ്രതീക്ഷിക്കുന്നു. സ്നേഹത്തോടു കൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. ഒരു മനുഷ്യനെ അവഹേളിക്കാവുന്നതിൻ്റെ പരമാവധി അവഹേളിച്ചിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല, എല്ലാം അച്ഛനാണ് ചെയ്തത്, അച്ഛനാണ് എന്നെ അവഹേളിച്ചത്. ഇപ്പോൾ എല്ലാവരും പറയുന്ന കേൾക്കാം, അച്ഛൻ അങ്ങോട്ട് പറഞ്ഞിട്ടല്ലേ രേണുസുതി തിരിച്ചു പറഞ്ഞതെന്ന് രേണുസുതിയുടെ അന്തം ഫാൻസ് വന്ന് കമൻറ്റുകൾ ചെയ്യാറുണ്ട്. അച്ഛൻ പറഞ്ഞതിൻ്റെ ഒരു പൊരുളാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഇവർ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ചാനലുകാർ വന്ന് ഇൻ്റർവ്യൂ എടുത്ത സമയത്ത് ചാനലുകാർ ചോദിച്ച കമൻറ്റുകൾ വായിച്ചുകൊണ്ട് അവരുടെ മുന്നിൽ വന്ന കമൻറ്റുകൾ അവരുടെ മുന്നിൽ വന്നതോ അതോ വരുത്തിയതോ. കാര്യം ഈ മെയിൻ സ്ട്രീം വൺ ചാനലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ MDക്ക് ഒരു കുൽസിത പ്രവൃത്തിയുണ്ട്. അതായത് ഇൻ്റർവ്യൂ ഇരിക്കുന്ന ആൾക്കാർക്ക് അവരുടെ മൊബൈലിലേക്ക് ചോദിക്കേണ്ട ചോദ്യങ്ങൾ വരുന്ന ലെവലിലുള്ള കമൻറ്റുകൾ അയച്ചു കൊടുക്കും. ആങ്കർ അത് വായിച്ച് കേൾപ്പിച്ച് ഇതുപോലത്തെ കമൻറ്റുകൾ വരുന്നുണ്ട് എന്ന് പറയും. ഇത് ഇയാളുടെ പരിപാടിയാണ്. അപ്പോൾ ആ കമൻറ്റുകൾ വായിച്ച് കേൾപ്പിച്ചിട്ട് അതിൻ്റെ ബദൽ മറുപടികൾ അച്ഛൻ്റെ നാവിൽ നിന്ന് എടുക്കും. അതിനെ ഇവർ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. ഇവരുടെ ചോദ്യങ്ങൾ അവരവിടെ മാറ്റുകയും ചെയ്യും. മനസ്സിലായില്ലേ? അതിൻ്റെ പേരിലാണ് അദ്ദേഹം ഒരുപാട് സൈബർ ബുള്ളിങ് നേരിട്ടത്. അതിൻ്റെ പിന്നാലെ തന്നെ രേണുസുതി വന്നിട്ട് ഇദ്ദേഹത്തെ ഒരു ബിഷപ്പിനെ ഒരിക്കലും വിളിക്കാൻ പാടില്ലാത്തൊരു പേരിട്ട് രേണുസുതി വിളിച്ചു. അതും കഴിഞ്ഞു ഇപ്പോൾ റീസെൻ്റായിട്ട് ഒരു മീഡിയക്കാരൻ ബിഷപ്പ് എന്ന വാക്ക് പറഞ്ഞപ്പോഴേക്കും ബിഷപ്പോ എന്ന ലെവലിൽ രേണു സംസാരിച്ചു. അപ്പം ഇങ്ങനെ പല രീതിയിൽ ആ മനുഷ്യനെ അവഹേളിച്ചതിൻ്റെ ഒരു ഫലമാണ് ഈ പറയുന്ന രീതിയിൽ അദ്ദേഹം തീരുമാനമെടുക്കാൻ കാരണം. രേണുസുതി ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. കാരണം എല്ലാം അങ്ങ് നിസ്സാരമായിട്ട് കാണാമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ നിസ്സാരമായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ഒരു ബിഷപ്പല്ലേ, അദ്ദേഹം ഒരുപാട് അങ്ങ് കയറി ചിന്തിക്കില്ല എന്നൊക്കെ രേണുസുതി അദ്ദേഹത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത്. പിന്നെ പറയുന്നുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ പ്രതിപുരുഷനായിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഭൂമി എടുക്കുന്നെങ്കിൽ അവരുടെ മനസ്സിൻ്റെ വലിപ്പം അത്രയ്ക്കുണ്ടാവുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇമാതിരി തോന്നിവാസം കാണിക്കുന്നവരോട് ദൈവത്തിൻ്റെ പ്രതിപുരുഷനായിട്ടല്ല ബിഹേവ് ചെയ്യാനുള്ളത്, സാധാരണ മനുഷ്യനായിട്ട് തന്നെയാണ്. അദ്ദേഹം ഇത്രയും നാളുകളായിട്ട് ഒരു രീതിയിലും റിയാക്ട് ചെയ്യാൻ വന്നിട്ടില്ല. ഈ കൊടുത്ത ഇൻ്റർവ്യൂവിൻ്റെ പാളിച്ചകൾ അദ്ദേഹത്തിന് മനസ്സിലായപ്പോൾ, അല്ലെങ്കിൽ താൻ കൊടുത്ത ഇൻ്റർവ്യൂവിൽ താൻ ചതിക്കപ്പെട്ടെന്ന് മനസ്സിലായപ്പോൾ
പിന്നെ ഒരു ചാനലിലും എൻട്രി കൊടുത്തോ അല്ലെങ്കിൽ രേണുവിനെ അവഹേളിച്ചോ സംസാരിച്ചിട്ടില്ല. പക്ഷേ രേണു എന്താ ചെയ്തത്? എല്ലാ ചാനലുകളിലും അല്ലെങ്കിൽ രേണുവിൻ്റെ അടുത്ത് വരുന്ന മീഡിയക്കാർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം തന്നെ അദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ടാണ് മറുപടി കൊടുത്തുകൊണ്ടിരുന്നത്. അദ്ദേഹം ഒരു മനുഷ്യനാണ്, ബിഷപ്പ് എന്നതിലുപരി ഒരു മനുഷ്യനും കൂടിയാണ്. സങ്കടമുണ്ടാവും. കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള പ്രോപ്പർട്ടി ആരുടെയും കയ്യിൽ നിന്ന് 5 പൈസ വാങ്ങാതെ ഇഷ്ടദാനമായിട്ട് കൊടുത്ത് അവിടെ വന്ന് താമസിച്ചിട്ട് അത് കൊടുത്തയാളെ തന്നെ അവഹേളിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അത് രേണു മാത്രമാണെങ്കിൽ കുഴപ്പമില്ല. രേണു മാത്രമല്ല, രേണുവിൻ്റെ കൂട്ടുകാരികളും രേണുവിൻ്റെ പെങ്ങളും എല്ലാവരും. അപ്പോൾ എങ്ങനെ ആ ഒരു മനുഷ്യൻ സഹിക്കും? സഹിക്കേണ്ട കാര്യം എന്താണ്? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കും. നിങ്ങളൊരാൾക്ക് ഒരു സാധനം വെറുതെ കൊടുത്തു, അത് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് തിരിഞ്ഞു നിന്നിട്ട് നിങ്ങളെ തെറി പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക? നീ അത് കൊണ്ടുപോക്കോ മോളെ, എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞ് വിടുമോ? ഒരിക്കലും വിടത്തില്ല. ആ കൊടുത്ത സാധനം അതുപോലെ തിരിച്ചു മേടിക്കും. അതായിരിക്കും ഒരു സാധാരണക്കാരൻ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഇദ്ദേഹം ഒരു ബിഷപ്പ് എന്നതിലുപരി ഒരു മനുഷ്യനും കൂടിയാണ്. അപ്പോൾ ഒരു ഉണ്ടായേക്കാവുന്ന എല്ലാ വികാരങ്ങളും വിചാരങ്ങളും അദ്ദേഹത്തിനുണ്ടാവും. ഈ ഓഡിയോ കേൾക്കുമ്പോൾ ബോധമുള്ള ഏതൊരാൾക്കും മനസ്സിലാവും. അത്രയും ഇമോഷണലാണ് മനുഷ്യൻ. ആലോചിച്ചോണം, ഇത്രയൊക്കെ അവഹേളിച്ചിട്ടും ഈ വക്കീൽ നോട്ടീസിലൂടെ പിന്നെയും അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയാണ്. ഒരു സോറിയിൽ തീരാവുന്ന കാര്യമാണ്, ഒരൊറ്റ സോറി. തൊട്ടടുത്താണല്ലോ താമസിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പം ബിഷപ്പ് അവിടെ പ്രോപ്പർട്ടി കൊടുത്തു, ഇവരവിടെ താമസിക്കുന്നുണ്ട്, അദ്ദേഹം അവിടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. നമ്മളൊക്കെ ആണെങ്കിൽ നമ്മുടെ അയൽക്കാരോട് എങ്ങനെയായിരിക്കും പെരുമാറുന്നത്? പ്രത്യേകിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു ഫ്രീ ആയിട്ടൊരു സാധനം തന്നൊരു വ്യക്തിയോട് നമ്മൾ അത്രയും അടിമയാവണമെന്നൊന്നും പറയുന്നില്ല, പക്ഷേ ഒരു സ്നേഹം ഉണ്ടാവില്ലേ? അവർക്ക് സുഖമാണോ എന്ന് അന്വേഷിക്കാൻ. അദ്ദേഹം അവിടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കാം. അതാണ് സ്നേഹം, അതാണ് സൗഹൃദം എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ അതൊന്നുമല്ല. ഇവിടെ കൊടുത്ത കൈക്കിട്ട് തന്നെ കൊത്തുന്ന പാമ്പായിപ്പോയി. മനസ്സിലായില്ലേ? അതായത് പാല് കൊടുത്ത കൈക്കിട്ട് കൊത്തുന്ന പാമ്പായി മാറിയിരിക്കുന്നു. അതിൻ്റെ ഫലമാണ് ഇന്ന് രേണുസുതി ഫേസ് ചെയ്യുന്നതും ഫേസ് ചെയ്യാൻ പോകുന്നതും. ഇപ്പോൾ ഈ നോട്ടീസിലൂടെ പോലും അച്ഛനെ വെല്ലുവിളിക്കുക ചെയ്യുന്നത്. ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, എല്ലാം അച്ഛൻ്റെ ഭാഗത്തെ മിസ്റ്റേക്കാണ്. പിന്നെ പറയുന്നു രേണുസുതി ചെയ്താലും മക്കൾ ചെയ്തിട്ടില്ല. അപ്പോൾ അവർ തന്നെ കൺഫ്യൂസ് ചെയ്യുന്നുണ്ട്, അവരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് വയ്ക്കുന്നുണ്ട്. അച്ഛൻ പറഞ്ഞ ഈ വാചകങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്ന അങ്ങനെയാണ്. ഇതൊക്കെയാണ് ഈ ഒരു വിഷയത്തിൽ അച്ഛൻ എന്തായാലും ഡിഫമേഷൻ്റെ കേസ് ഫയൽ ചെയ്യാൻ പോകുന്നതാണ് പറഞ്ഞ് കേൾക്കുന്നത്. എനിവേ നല്ലൊരു എമൗണ്ട് ആയിരിക്കും. അതുകൊണ്ട് അതിലൊക്കെ വഴി വെച്ച് കഴിഞ്ഞാൽ രേണുസുതി പെടും, നന്നായിട്ട് പെടും. 1-2 കോടിയൊന്നും ആയിരിക്കില്ല, നല്ലൊരു എമൗണ്ട് ആയിരിക്കും ഫയൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മാന്യമായിട്ട് അദ്ദേഹത്തിനോട് പോയിട്ട് അച്ചോ കഴിഞ്ഞതൊക്കെ പോട്ടെ, ക്ഷമിക്കണം എന്നൊരു വാക്ക് പറഞ്ഞാൽ തീരാവുന്ന കാര്യമാണ്. ക്ഷമ എന്ന് പറയുന്നത്, ക്ഷമ പറയുന്നവൻ എന്നും ഉയർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ക്ഷമിക്കുന്നവനും ക്ഷമ പറയുന്നവനും എന്നും ഉയർന്നുകൊണ്ടിരിക്കും. അതേസമയം ധാർഷ്ട്യം കാണിച്ചു കഴിഞ്ഞാൽ അവൻ എത്ര ഉയർന്നു പറഞ്ഞാലും സമ്മാനം മേടിക്കാൻ താഴെ വരേണ്ടി വരും. എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുള്ളൊരു വാക്കാണ്. എത്ര ഉയരത്തിൽ പറഞ്ഞാലും സമ്മാനം മേടിക്കണമെങ്കിൽ താഴെ വന്ന് മേടിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അഹങ്കാരം അറ്റ് ദ പീക്ക് എന്ന ലെവലിലാണ് ഇപ്പോൾ രേണുസുതി പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഒരു സമ്മാനം എന്തായാലും ഉണ്ടാവും. അത് വാങ്ങാനായിട്ട് താഴെ ഇറങ്ങി വന്നേ പറ്റൂ. എനിവേ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി ഇതിനിടയ്ക്ക് ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. നമ്മുടെ കഴിഞ്ഞ രേണുസുതിയുടെ ഒരു വിഷയം സംബന്ധിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്ക് ബിന്ദു എന്ന് പറഞ്ഞൊരു ലേഡി വന്നിട്ട് കമൻറ്റ് ചെയ്തു. ബിന്ദു ആൻറ്റിക്കുള്ള കമൻറ്റിനുള്ള മറുപടി ഞാൻ വൈകാതെ തരുന്നുണ്ട്. കുറച്ച് തിരക്കായി പോയതുകൊണ്ടാണ് ഞാനത് തരാത്തത്. എന്നാലും ഉടനെ തന്നെ ഞാനിവിടെ ചുട്ടുകൊണ്ടിരിക്കുകയാണ് ആ മറുപടി. ഉടനെ തന്നെ ഇവിടെ എത്തും കേട്ടോ. അപ്പോൾ അതൊന്ന് വെയിറ്റ് ചെയ്തോളൂ. ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഞാൻ എന്തായാലും ഈ കാര്യത്തിൽ അച്ഛൻ്റെ ഭാഗത്താണ്. കാരണം അദ്ദേഹം അത്രമാത്രം അവഹേളനം സഹിച്ചിട്ടുണ്ട്. ആ ഒരു മനുഷ്യൻ അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ ഒരു തീരുമാനമെടുത്തത്. ഉറപ്പായിട്ടും അച്ഛൻ്റെ കൂടെ തന്നെ ഉണ്ടാവും, അച്ഛൻ്റെ കൂടെ തന്നെ നിൽക്കും. കാരണം ശരി അച്ഛൻ്റെ ഭാഗത്താണ്. അതുകൊണ്ട് ശരിയുടെ ഭാഗത്ത് നിൽക്കാനാണ് എനിക്ക് താല്പര്യം. നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.